എന്ന പേരുള്ള ഒരു അനാഥ പെൺകുട്ടി ഖാൻപൂർ ഗ്രാമത്തിൽ ഒരു ചെറിയ കുടിലിൽ താമസിച്ചിരുന്നു. അവളുടെ അച്ഛനമ്മമാർ മരിച്ചു പോയിരുന്നു. കോമളിന്റെ വീട്ടിൽ അവളെ ശ്രദ്ധിക്കാൻ ആരുമില്ലായിരുന്നു. അവൾക്ക് ഇപ്പോൾ 6 വയസ്സായി. മുടി ചീകി ഒതുക്കാൻ പോലും അവൾക്ക് ഇപ്പോഴും അറിയില്ല. അതിനാൽ അവളുടെ മുടിയുടെ അവസ്ഥ മോശമായിരുന്നു. ഗ്രാമത്തിലെ കുട്ടികളും അവളെ വളരെയധികം കളിയാക്കിയിരുന്നു. ഒരു ദിവസം കോമൾ ഗ്രാമത്തിലെ കുട്ടികളുടെ അടുത്തേക്ക് പോയി. നോക്കൂ നോക്കൂ, ഇതാരാ വന്നിരിക്കുന്നതെന്ന്. അവളുടെ മുടി ഒന്ന് നോക്കൂ. മുടി കണ്ടാൽ അത് ചീപ്പേ കണ്ടിട്ടില്ലാത്തതുപോലെ തോന്നും. മുടിയല്ല, പുല്ലാണ് തല നിറയേയും. എല്ലാ കുട്ടികളും കൂടി ചിരിക്കാൻ തുടങ്ങി. കോമൾ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി വീട്ടിലേക്ക് തിരിച്ചു വന്നു. അവളുടെ വീട്ടിൽ ഒരു പൊട്ടിപ്പൊളിഞ്ഞ പഴയ ചീപ്പ് ഉണ്ടായിരുന്നു. ഞാൻ തന്നെ എന്റെ തലമുടി ചീപ്പ് കൊണ്ട് വൃത്തിയാക്കും. അവൾ ആ ചീപ്പ് എടുത്ത് തലമുടി ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവളുടെ മുടി വളരെയധികം കെട്ടുപിണഞ്ഞു പോയിരുന്നു. അത് ശരിയാക്കുക എന്ന് വെച്ചാൽ എളുപ്പമുള്ള ജോലി ആയിരുന്നില്ല. അമ്മേ, താങ്കൾ എവിടേക്കാണ് പോയത്? ഇവിടെ ആരും എന്റെ തലമുടി ചീകി തരുന്നില്ല. എല്ലാ കുട്ടികളും എന്നെ കളിയാക്കുന്നു. എന്റെ മുടി കാണാൻ പുല്ല് പോലെയാണെന്ന്. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ മറ്റു കുട്ടികളെ പോലെ എന്റെ മുടിയും നല്ല ഭംഗിയുള്ളതായേനെ. ഇതും പറഞ്ഞ് കോമൾ ഉറക്കെ കരയാൻ തുടങ്ങി. പക്ഷെ അവളുടെ വീട്ടിൽ അത് കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. കുറച്ചു ദിവസത്തിനു ശേഷം കോമൾ കാട്ടിൽ വിറകു ശേഖരിക്കാൻ പോയി. കാട്ടിൽ നിന്ന് വിറകെടുക്കുന്ന സമയത്ത് അവളുടെ മുടി കുറ്റിക്കാട്ടിൽ കുരുങ്ങിപ്പോയി. എന്റെ മുടി എവിടെയാണ് ഉടക്കിയത്? വളരെയധികം ശ്രമിച്ചതിനു ശേഷവും കോമളിന്റെ മുടിയിലെ കുരുക്ക് മാറ്റാൻ കഴിഞ്ഞില്ല. കോമൾ കരഞ്ഞുകൊണ്ട് ഭഗവാനെ സ്മരിക്കാൻ തുടങ്ങി. അല്ലയോ ഭഗവാനെ, ഞാനിത് എവിടെയാണ് പെട്ടുപോയത്? ഞാനിനി ഇവിടെ നിന്ന് എങ്ങനെ ഇറങ്ങും? എന്റെ തലമുടി നന്നായി വേദനിക്കുന്നുണ്ട്. എന്നെ സഹായിക്കൂ ദൈവമേ. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിൽ നിന്ന് ശബ്ദം കേട്ടത്. നീ കരച്ചിൽ നിർത്തൂ. ഞാനിപ്പോൾ തന്നെ നിന്റെ മുടി വേർപെടുത്തി തരാം. മരത്തിന്റെ മാന്ത്രിക ശക്തിയാൽ കോമളിന്റെ മുടി കുറ്റിക്കാട്ടിൽ നിന്നും വേർപെട്ടു കിട്ടി. കോമൾ പേടിയോടെ ആ മരത്തെ നോക്കി. നീ പേടിക്കണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. ഞാനൊരു മാന്ത്രിക മരമാണ്. മാന്ത്രിക മരമേ, 1000 നന്ദി. താങ്കളില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ കാട്ടിൽ അകപ്പെട്ടു പോയേനെ. നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഞാൻ വിറകെടുക്കാൻ വന്നതാണ്. പക്ഷെ എന്റെ മുടി പുല്ല് പോലെയാണ്. അതിനാലാണ് ഈ കുറ്റിക്കാട്ടിൽ അകപ്പെട്ടു പോയത്. എന്റെ അമ്മയും അച്ഛനും മരിച്ചുപോയി. വീട്ടിൽ എന്നെ ശ്രദ്ധിക്കാൻ ആരുമില്ല. എനിക്ക് മുടി ചീകാനും അറിയില്ല. അതുകൊണ്ടാണ് എന്റെ മുടി ഇങ്ങനെ പുല്ലുപോലെ ആയത്. ഞാനിത് ശരിയാക്കാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി, പക്ഷെ ശരിയാകുന്നില്ല. എന്റെ ഈ മുടി കണ്ടിട്ട് ഗ്രാമത്തിലെ എല്ലാ കുട്ടികളും എന്നെ കളിയാക്കാറുണ്ട്. ഇത്രയും പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഇനി നിന്നെ ആരും കളിയാക്കില്ല. അപ്പോൾ ആ മാന്ത്രിക മരം തന്റെ മാന്ത്രിക ശക്തിയാൽ കോമളിന്റെ മുടിയെ സ്വർണ്ണ നിറമുള്ള മുടിയാക്കി മാറ്റി. അല്ല, എന്റെ മുടി സ്വർണ്ണമുടിയായി മാറി. തന്റെ സ്വർണ്ണമുടി കണ്ടിട്ട് കോമൾ വളരെ സന്തോഷിച്ചു. ഇപ്പോൾ നിന്റെ മുടി സ്വർണ്ണമുടിയായി മാറിയില്ലേ? നിന്റെ മുടി ഇനി ലോകത്തെ ഏറ്റവും സുന്ദരമായ മുടിയായിരിക്കും. ഇനി നിന്നെ ആരും പുല്ലുപോലത്തെ മുടി എന്ന് പറഞ്ഞ് കളിയാക്കുകയില്ല. കോമൾ തിരിച്ചു വീട്ടിലേക്ക് വന്നു. അവളെ വഴിയിൽ വെച്ച് ആരൊക്കെ കണ്ടോ അവരെല്ലാം അവളുടെ സ്വർണ്ണമുടി കണ്ട് അന്തം വിട്ടു. 2 സ്ത്രീകൾ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. അത് നോക്കൂ, സ്വർണ്ണ നിറമുള്ള മുടിയുള്ള കുട്ടി. എന്ത് സുന്ദരമാണത് കാണാൻ. നോക്കൂ, അത് കോമളാണ്. അവളുടെ മുടി നേരത്തെ പുല്ലുപോലെയാണ് ഇരുന്നത്. എങ്ങനെയാണ് ഇത്ര സുന്ദരമായത്? ഗ്രാമത്തിൽ 4 പാടും കോമളിന്റെ മുടിയെപ്പറ്റിയുള്ള ചർച്ചകളായി. കോമൾ തന്റെ സ്വർണ്ണ നിറമുള്ള മുടി കണ്ടിട്ട് വളരെയധികം സന്തുഷ്ടയായിരുന്നു. എല്ലാ പെൺകുട്ടികളും കോമളിനോട് മുടിയുടെ രഹസ്യം ചോദിച്ചിരുന്നു. ഇങ്ങനെ കാലം പോയിക്കൊണ്ടിരുന്നപ്പോൾ കോമൾ ഇപ്പോൾ യുവതിയായി. സ്വർണ്ണമുടി അവളുടെ യൗവനത്തെ ഒന്നുകൂടി സുന്ദരിയാക്കി. ഇപ്പോൾ അവൾ വളരെ സുന്ദരിയാണ്. ഒരു ദിവസം വേറൊരു രാജ്യത്തെ രാജാവ് കാൺപൂർ നഗര ഗ്രാമത്തിലെ കാട്ടിൽ വേട്ടയാടാനായി വന്നു. വേട്ടയാടി നടന്ന രാജാവ് തന്റെ സൈനികരിൽ നിന്നും അകന്നുപോയി. അപ്പോൾ രാജാവിന് ഒരു മാനിനെ കാണാൻ ഇടയായി. അതിന്റെ കൂടെ മാനിന്റെ കുഞ്ഞും ഉണ്ടായിരുന്നു. രാജാവ് അതിനെ പിടിക്കാനായി മാനിന്റെ പുറകെ വന്നു. മാൻ തന്റെ കുഞ്ഞിനെയും കൊണ്ട് ഓടി ഒളിക്കാൻ ശ്രമിച്ചു. പക്ഷെ മാൻ കുഞ്ഞ് മുൾപടർപ്പിൽ അകപ്പെട്ടുപോയി. അതിനാൽ മാനിന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. സ്വന്തം കുഞ്ഞിനെ അങ്ങനെ കണ്ടിട്ട് മാനും അവിടെ തന്നെ നിൽപ്പുറപ്പിച്ചു. പുറകിൽ നിന്നും രാജാവ് കുഞ്ഞുമാൻ അകപ്പെട്ടിരിക്കുന്നത് കണ്ടു. ഇനി നീ നിന്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് എവിടെ പോകും? ഇനി നോക്കിക്കോ. അപ്പോൾ അവിടെ കോമളും എത്തിപ്പെട്ടു. കോമൾ മാൻകുട്ടിയെ കണ്ടിട്ട് അതിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. പേടിക്കണ്ട, നിനക്കൊന്നും സംഭവിക്കില്ല. ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. ഞാൻ നിന്നെ സഹായിക്കാനല്ല ഇവിടെ വന്നത്. അപ്പോഴാണ് രാജാവ് സ്വർണ്ണ നിറമുള്ള മുടിയുള്ള ഒരു പെൺകുട്ടി മാൻകുഞ്ഞിനെ രക്ഷിക്കുന്നത് കണ്ടത്.
രാജാവ് അവളുടെ തലമുടിയിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഇത്ര സുന്ദരമായ സ്വർണ്ണ നിറമുള്ള മുടി, ഇതാരാണ് ഈ സ്വർണ്ണ മുടിയുള്ള പെൺകുട്ടി? ഞാൻ ഇതുവരെ ഇത്ര സുന്ദരമായ മുടിയുള്ള പെൺകുട്ടിയെ കണ്ടിട്ടേയില്ല. രാജാവ് ഇതും ചിന്തിച്ചുകൊണ്ട് അവിടേക്ക് പതുക്കെ വരികയായിരുന്നു. അവിടെ എത്തിയപ്പോൾ മാനിനെയും മാൻകുട്ടിയെയും കാണാനേ ഇല്ല. സ്വർണ്ണ നിറമുള്ള മുടിയുള്ള പെൺകുട്ടിയെയും കണ്ടില്ല. അയ്യോ, എവിടെ പോയി ആ പെൺകുട്ടി? ഇപ്പോഴിവിടെ ഉണ്ടായിരുന്നല്ലോ. കുറച്ചു സമയത്തിനു ശേഷം സൈനികരെല്ലാം രാജാവിന്റെ അടുത്തേക്ക് എത്തി. രാജാവ് സൈനികരോട് പറഞ്ഞു, ഞാനിപ്പോൾ ഇവിടെ സ്വർണ്ണ നിറമുള്ള മുടിയുള്ള ഒരു പെൺകുട്ടിയെ കണ്ടു. വളരെ സുന്ദരമായ മുടിയായിരുന്നു അവൾക്ക്. പോകൂ, പോയി ഗ്രാമത്തിലെല്ലാം പോയി ആ പെൺകുട്ടി ആരാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തൂ. എനിക്ക് അവളെ വിവാഹം കഴിക്കണം. അപ്പോൾ രാജാവിന്റെ സൈനികർ ഗ്രാമത്തിൽ പോയി ഗ്രാമവാസികളോട് ചോദിച്ചു, ഈ ഗ്രാമത്തിൽ സ്വർണ്ണ നിറമുള്ള മുടിയുള്ള കുട്ടി താമസിക്കുന്നുണ്ടോ? നമ്മുടെ രാജാവ് അവളെ കാണാൻ ആഗ്രഹിക്കുന്നു. ആ, കോമൾ മോളുടെ മുടി സ്വർണ്ണ നിറമുള്ളതാ. അവളുടെ അടുത്തുള്ള കുടില്ല താമസിക്കുന്നതും. സൈനികർ രാജാവിന്റെ അടുത്തെത്തി രാജാവിനെ കോമളിന്റെ വീട്ടിലേക്ക് ആനയിച്ചു. രാജാവ് വീടിന്റെ മുൻപിൽ വന്നു നിന്നു. എന്നിട്ട് ചോദിച്ചു, അകത്താരെങ്കിലും ഉണ്ടോ? രാജാവിന്റെ ശബ്ദം കേട്ടിട്ട് കോമൾ പുറത്തു വന്നു. രാജാവ് കതകിന് പുറത്തു നിൽക്കുകയായിരുന്നു. പറഞ്ഞാലും രാജാവ് അവളെ തന്നെ നോക്കി നിന്നു. കോമൾ സ്വർണ്ണ നിറമുള്ള മുടിയോടുകൂടി വളരെ സുന്ദരിയായി കാണപ്പെട്ടു. ഇത്രയും ഭംഗിയുള്ള മുടി, അത്ര തന്നെ ഭംഗിയുള്ള രൂപവും. ഇനി നീ തന്നെയാണ് എൻ്റെ ഭാര്യ. നീ നിന്റെ അമ്മയെയും അച്ഛനെയും വിളിക്കൂ. എനിക്ക് അവരോട് അത്യാവശ്യമായി കുറച്ച് കാര്യം പറയാനുണ്ട്. കോമൾ തന്റെ വീട്ടിൽ ആരുമില്ലെന്ന് പറഞ്ഞു. താൻ ഒറ്റയ്ക്കാണെന്നും അച്ഛനും അമ്മയും മരിച്ചുപോയി എന്നും പറഞ്ഞു. രാജാവും കോമളിനോട് തന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ സൂറത്തിലെ രാജാവാണ്. ഇവിടെ വേട്ടയാടാനാണ് വന്നത്. ഞാൻ നിന്നെ കാടിനുള്ളിൽ വെച്ച് കണ്ടിരുന്നു. നീ രക്ഷപ്പെടുത്തിയ മാനിനെയും കുട്ടിയെയും ഞാൻ വേട്ടയാടാൻ തുനിഞ്ഞതാ. പക്ഷേ നിന്റെ സ്വർണ്ണ നിറമുള്ള മുടി കണ്ടിട്ട് ഞാൻ നിന്നെ തന്നെ നോക്കി നിന്നുപോയി. എന്താ താങ്കൾ മാനിനെ വേട്ടയാടാനാണോ വന്നത്? പക്ഷെ എന്തിന്? ഇത്ര സുന്ദരമായ മൃഗത്തെ എന്തിനാണ് കൊല്ലുന്നത്? എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണ്. ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ എന്നെ കല്യാണം കഴിക്കാൻ താങ്കൾ തയ്യാറാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ വേട്ടയാടൽ നിർത്തുന്നതുമാണ്. രാജാവിന്റെ ഈ വാക്കുകൾ കോമളിന്റെ മനസ്സിനെ ജയിച്ചിരുന്നു. ആദ്യമായാണ് ഇത്ര വലിയ രാജാവ് കോമളിനോട് വിവാഹാഭ്യർത്ഥന നടത്തിയിരിക്കുന്നത്. കോമളിനും ആ വലിയ രാജാവിനെ എതിർക്കാൻ തോന്നിയിരുന്നില്ല. കാരണം അവൾ കുട്ടിക്കാലം മുതൽ ഏകയായിരുന്നു. ഒരിക്കലും സ്നേഹം എന്തെന്ന് അവൾ അറിഞ്ഞിട്ടുമില്ല. പിന്നീട് രാജാവ് ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ പോയി എല്ലാവരുടെയും മുന്നിൽ വെച്ച് കോമളിനെ വിവാഹം